ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഹനീത് ട്രൈ ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഹനീത് മസാല റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, ഏലക്ക, മല്ലി, മഞ്ഞൾപ്പൊടി, ഗ്രാമ്പു അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഹനീത് മസാല. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ എടുത്ത് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഒരു 2 മാഗി ക്യൂബും പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ലോണം വേവിച്ച് സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ശരിയാക്കാം. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കാണ് വേണ്ടത്. ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ സവാള വേവുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കുറച്ച് സ്റ്റോക്കും പിന്നെ കുരുമുളകും കൂടി ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് സവാള ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്കില്ലേ, ആ സ്റ്റോക്കും പിന്നെ ബാക്കി വെള്ളവും കൂടെ, അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് റൈസ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിൻ്റെ മുകളിലേക്കിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇത്രയാണ് ചിക്കൻ ഹനീത്. ഒരു വെറൈറ്റി മന്തി പോലെയാണ്, പിന്നെ മന്തി റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.